നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പഴാ ഞാൻ ഓർത്തത്, നമുക്കേ 2 പക്ഷിയെ കിട്ടി. പക്ഷിയോ? എവിടെ? ഒരു വിളിക്ക് 2 പക്ഷിയെ കിട്ടിയില്ലേ? ഇങ്ങനെയുള്ള കാര്യം നടക്കുമ്പോഴേ അങ്ങനെയൊക്കെ പറയേണ്ടത്. അങ്ങനെ ഇനി പാൽക്കാരന്റെ പേരും പറഞ്ഞ് അലീന നടക്കില്ല. അവക്ക് മതിയായി. ഇങ്ങനെ ഒരാളെ ഇവിടെ കണ്ടതായിട്ട് ഇനി അവളുമാര് പുറത്തു പറഞ്ഞാലോ? പറഞ്ഞാ നമുക്കെന്താ? അത് അവൾ ഉണ്ടാക്കുന്ന കഥയാണെന്ന് റീന മാം കരുതൂ. തിരിച്ചടി കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ടേ അവര് നടന്ന കാര്യം പുറത്തു പറയാൻ സാധ്യതയില്ല. അവര് 3 പേരും റിയൽ ആയിട്ടൊരു പാൽക്കാരനെ കണ്ടിരിക്കല്ലേ. അവര് ആരവിനെ കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിട്ടുണ്ടാവും? അവിടെ പോയി നോക്കിയാലോ? നമ്മളിപ്പോ അങ്ങോട്ട് ചെന്നാ അവർക്ക് നമ്മളെ സംശയവും. ആരും അങ്ങോട്ട് പോവണ്ട. അവളുടെ അവസ്ഥ എന്താണെന്ന് നാളെ നേരം വെളുക്കുമ്പോ അറിയാലോ. ഇപ്പൊ എല്ലാരും കിടക്കാൻ നോക്ക്. നാളെ നേരം വിളിക്കുമ്പോ ഇനി എന്തൊക്കെ കാണണോ എന്തോ. ആണ്ടവാ, ഇതെങ്ങനെ ഇവിടെ വന്നു? ആരാ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടത്? അറിയില്ല മാഡം, ഞാനിതിലെ വന്നപ്പോഴാ ഇത് കണ്ടത്. ഇന്നലെ വൈകിട്ട് വരെ ഇതിവിടെ ഇല്ലായിരുന്നു. ഇത് രാത്രിയിൽ ആരോ കൊണ്ടിട്ടതാ മാഡം. കിച്ചണിൽ ഇങ്ങനെ ഒരു പാത്രമില്ല. പിന്നെ ആരാണ് ഇവിടെ പാൽപാത്രവുമായി വന്നത്? ഈ സാധനം മന്ദാകിനി കണ്ടില്ലേ? ഹോസ്റ്റലിലെ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമില് ഇങ്ങനെ ഒരു പാത്രം ഉള്ളത് പോലെ തോന്നുന്നു മാഡം. സ്റ്റോർ റൂമിലെ പാത്രമാണെങ്കിൽ ഇത് അവിടെ നിന്ന് ഇവിടെ എങ്ങനെ വന്നു? സ്റ്റോർ റൂം ലോക്ക് ചെയ്തിരിക്കല്ലേ? അതെ മാഡം, ആ സ്റ്റോർ റൂമിന്റെ താക്കോല് മാഡത്തിന്റെ ഓഫീസിലാ. പൂട്ടിയിട്ടിരിക്കുന്ന സ്റ്റോർ റൂമിൽ കയറി ഇത് ആരെടുക്കാനാ? മാഡം, ഈ പാൽപാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടത് ആരാന്നറിയാൻ കവട നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ആ പാൽക്കാരൻ പയ്യന്റെ പ്രയത്തെ പറ്റി കഥയുണ്ടാക്കി കിടക്കണ പിള്ളേരെവിടെ ഉണ്ടല്ലോ, അവരാരാന്ന് ഞാൻ വീണ്ടും പറയണില്ല. എല്ലാവർക്കും അറിയാം ഇത് അവരുടെ പണിയാ. അങ്ങനെ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് ഉണ്ടായിരിക്കും. ആ പിള്ളേരാണ് ഇത് ചെയ്തതെങ്കിൽ അതിന് തെളിവ് വേണ്ടേ മാഡം? തെളിവുണ്ടാകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മന്ദാകിനി ഇതെടുത്തോണ്ട് പോയി സ്റ്റോർ റൂമിൽ വെക്ക്. ശരി മാഡം. എന്തോ ശബ്ദം കേട്ടല്ലോ. ശബ്ദം കേട്ടേ പോലെ തോന്നിയതാണോ? ഈയിടെ ഇവിടെ എല്ലാ എന്നെങ്കിലും തെങ്ങിൽ നിന്ന് തേങ്ങ വീണാലും സംശയിക്കേണ്ടിരിക്ക. ഇതിവിടെ കൊണ്ടിട്ടവളെ കൊണ്ട് തന്നെ എടുപ്പിക്കേണ്ടതാ. ആരവ് പോയതുകൊണ്ട് സ്വസ്ഥമായിട്ട് നിന്നെ കഴിക്കാൻ പറ്റുന്നുണ്ട്. സത്യം, രാവിലെ ഉറക്കം എണീറ്റപ്പോ എന്തൊരു മനസ്സമാധാനം. മൈൻഡ് നല്ല പീസ്ഫുൾ ആയി. അലീനയുടെയും ഫ്രണ്ട്സിന്റെ അവസ്ഥ എന്തായിരിക്കുമോ എന്തോ. 3 സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഇത്രയും കാലം അവര് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന പാൽക്കാരനെ നേരിട്ട് കണ്ടിരിക്കല്ലേ. രാവിലെ ആരുടെ അനക്കവും ഇല്ല. ഞാനൊരു ഭൂകമ്പം പ്രതീക്ഷിച്ചു. നമുക്ക് പുറത്തിറങ്ങി ഒന്ന് അന്വേഷിച്ചാലോ? നീ ആരെയാ വിളിക്കുന്നേ? അത് ആരവിനെ വിളിച്ചു നോക്കിയതാ. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആ. ആരും ആരവിനെ കോൾ ചെയ്യരുത്. അവനെ പോലീസ് പിടിച്ച കോൾ ലിസ്റ്റില് നമ്മുടെ നമ്പർ കണ്ട പ്രശ്നമാവില്ലേ? അല്ല, നമ്മള് നേരത്തെ അവന്റെ ഫോണിൽ വിളിച്ചില്ലേ? ഇനി അത് നമുക്ക് പണിയാവോ? അവന്റെ ഫോൺ പിടിച്ചെടുത്തിട്ട് അവനെ വിട്ടാ മതിയായിരുന്നു. ഒരു മിനിറ്റ്. ഈ ഫോൺ ആരവിന്റെ അല്ലേ? അതെ, ഇത് ആരവിന്റെ ഫോണാ.
അപ്പോ അവൻ ഫോൺ എടുക്കാതെയാണോ സ്ഥലം വിട്ടത്? ആരും ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് പോയതായിരിക്കോ? അതോ ഇതിന്റെ പേരിൽ തിരിച്ചിവിടെ വരാൻ അവസരം ഉണ്ടാക്കിയതായിരിക്കോ? അവൻ ഇത് എന്തുദ്ദേശത്തോടെ ചെയ്തതായാലും അതിപ്പോ നമുക്കാ സഹായമായിരിക്കുന്നേ. ഈ ഫോൺ നമ്മുടെ കയ്യിലായതോടെ അവന് നമ്മളുമായിട്ടുള്ള എല്ലാ കണക്ഷനും കട്ടായില്ലേ? ആ അതെ, അവൻ അറിഞ്ഞുകൊണ്ട് നമ്മളെ സഹായിച്ചതായിരിക്കോ? അതെന്തെങ്കിലും ആവട്ടെ, ഇനി ഈ ഫോൺ പുറത്ത് കാണിക്കണ്ട. നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ. അത് ഈ ടാബ്ലറ്റ് കഴിച്ചാൽ മാറിക്കോളും. ഇതാ കഴിക്കും. നല്ല കിഴുങ്ങലുണ്ട്. നീ ശരിക്കും പേടിച്ചോ? പേടിച്ചോയി. പേടിച്ച കാര്യമൊന്നും ഇവിടെ പറയണ്ട. എന്താ എന്താ അയ്യോ 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 അയ്യോ, മൃദുലയ്ക്ക് ഇതെന്ത് പറ്റി? കിടുങ്ങി വരച്ച് പനി പിടിച്ച പോലെ ഉണ്ടല്ലോ. ഇല്ലേ? ആ, ചെറിയൊരു പനിയുണ്ട്. എന്തേലും കണ്ട് പേടിച്ച പനി പിടിച്ചാണോ? ഞങ്ങൾക്ക് പേടിച്ച് പനിയൊന്നും വരില്ല. ഇതൊരു സാധാരണ പനിയാ. ഇവളുടെ മുഖം കണ്ടിട്ട് പേടിച്ച് പനി പിടിച്ച പോലെ ഉണ്ടല്ലോ. ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. പേടിക്കാഞ്ഞതുകൊണ്ട് ഇനി പനിയില്ലെന്ന് പറയുവോ? ചിലരങ്ങനെയാ, എന്തെങ്കിലും കണ്ട് പേടിച്ചാലും അതൊന്നും പുറത്തു പറയില്ല. പുറത്തു പറയാതിരിക്കുന്നതും ഒരു പേടിയാണല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല, ഞങ്ങൾ ഇതുവഴി പോയപ്പം ഇവിടെ എന്താ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ഇവളുമാരെ പേടിപ്പിച്ചിട്ടും പേടിച്ചില്ലേ? ഇവളുമാര് പേടിച്ച ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അതെ, ഇവൾക്ക് പെട്ടെന്ന് പനി വന്നപ്പോ ഞങ്ങളൊന്ന് പേടിച്ചു. ആ പാൽക്കാരൻ പയ്യന്റെ ഗോസ്റ്റിനെ കണ്ടതാണോന്ന്. പാൽക്കാരൻ ഗോസ്റ്റിനെ പറ്റി നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങക്ക് നല്ല പേടിയാ. അതെ അതെ, ഗോസ്റ്റ് അടുത്ത് വരാതിരിക്കാനേ എന്തേലുമൊക്കെ പരിപാടികൾ ചെയ്താലോ എന്ന് ആലോചിക്കാൻ ഞങ്ങള്.